ശ്രീ പി എം സുരേഷ് ബാബു, ഞാൻ സി ആർ രാധാകൃഷ്ണനിലേക്ക് കൂടി ഒന്ന് പോയിട്ട് അങ്ങേക്ക് മറുപടി പറയാൻ, കാര്യം വിമർശനങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ശ്രീ സി ആർ രാധാകൃഷ്ണൻ, അങ്ങ് 2010 വരെ സർവീസിലുണ്ടായിരുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്നു ശ്രീ ജയകുമാർ. നേരിട്ട് പരിചയമുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ ഭരണ മികവ് അങ്ങ് കണ്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? അദ്ദേഹം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്നില്ല. അദ്ദേഹം ഏതാണ്ട് 2007 അന്നുണ്ടായിരുന്ന ബോർഡിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ശ്രീമാൻ AR ലക്ഷ്മണൻ ഇരുന്ന കാലത്ത് അന്നത്തെ ബോർഡിനെതിരെ ഒരു എൻക്വയറി വരികയും ബോർഡിനെ നീക്കം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഹിന്ദു ധർമ്മസ്ഥാപന നിയമത്തിലൊരു പ്രൊവിഷനുണ്ട്, ഈ ബോർഡിനെ നീക്കം ചെയ്ത ഘട്ടങ്ങളിൽ ഗവൺമെൻറ്റിന് ഒരു സീനിയർ സെക്രട്ടറിയെ ബോർഡിൻ്റെ ചാർജിൽ നിയോഗിക്കാം. അങ്ങനെ അദ്ദേഹം അവിടെ 2 കൊല്ലം ബോർഡിൻ്റെ സർവ്വ ചാർജിലും സർവ്വ അധികാരങ്ങളോട് എന്ന് വെച്ചാൽ ഇക്വലൻ്റ് ടു ബോർഡ് 3 പേര് ഫങ്ഷൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിലൂടെ ഞാൻ ജോലിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മോഹൻദാസ് സാർ പറഞ്ഞ കാര്യം അതൊരു ശരിയായ കാര്യമാണ്. എൻ്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. കാരണം അക്കാലത്ത് ആ 2 വർഷക്കാലം ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8-10 വർഷങ്ങളുടെ ഈ ഒരു ശ്രദ്ധക്കുറവായ ഭരണം, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണം എന്ന് വേണേൽ പറയാം. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ അലകും പിടിയും വല്ലാണ്ട് ദുർബലപ്പെട്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു ശക്തനായ ഭരണാധികാരിക്ക് മാത്രമേ, ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമേ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അത് എത്ര കണ്ട് അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യം, ഏതാണ്ട് 2008-2009 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ടെനൂർ കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശബരിമല വികസന അതോറിറ്റിയെ നിയമിച്ചത്. അപ്പോൾ അതിലൊരു ഗവൺമെൻറ് സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി, പോലീസ് ചീഫ്, ഇങ്ങനെ സർക്കാരിലെയും ദേവസ്വം ബോർഡിലെയും മുതിർന്ന ബോർഡ് പ്രസിഡൻ്റ് അംഗങ്ങൾ, ഇവരെല്ലാം ആ സമിതിയിൽ അംഗങ്ങളാണ്. ദേവസ്വം കമ്മീഷൻ്റെ സെക്രട്ടറിയുമാണ്. അപ്പോൾ അവർക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു മാൻഡേറ്റ് കൊടുത്തു. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട ശബരിമല വികസനം, അടുത്ത 10 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട ശബരിമല വികസനം, അടുത്ത ലോങ് ടേം ചെയ്യേണ്ട കാര്യങ്ങൾ. ആ ഉത്തരവൊന്ന് പരിശോധിക്കുകയും ആ ഉത്തരവനുസരിച്ച് ഇവർ ഈ കഴിഞ്ഞ 8-10 വർഷം കാലം കൊണ്ട് അതിലെത്ര അച്ചീവ് ചെയ്തു എന്ന് പരിശോധിക്കുകയും ചെയ്താൽ ഓരോ വ്യക്തികളുടെയും കഴിവ്, ഞാനത് ഇനി പേരെടുത്ത് പറയാനോ അത് നോക്കി പറയാനോ ഞാൻ തയ്യാറല്ല. ഏതൊരു ഭക്തനും ആ ജഡ്ജ്മെൻറ്റ് പരിശോധിക്കാം, അത് കഴിഞ്ഞ് ശബരിമലയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പരിശോധിക്കാം, ഈ കാലത്തിനകം എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നും പരിശോധിക്കാവുന്നതാണ്. നിലയ്ക്കൽ വളരെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ടൗൺഷിപ്പ്, അതുപോലെ പമ്പയിലേക്കുള്ള സാധനത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നിർത്തി അത് റോപ്പ് വേയിലാക്കുന്ന സംവിധാനങ്ങൾ, അതുപോലെ തന്നെ പമ്പയിൽ നിന്നും മേലോട്ട് ശബരിമലയിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ, ശബരിമല സന്നിധാനത്തിന് മുമ്പിലുള്ള ഒരു വാസ്തവത്തിലൊരു സ്ഫോടന സാധനങ്ങൾ പോലെ ഇരിക്കുന്ന ഈ അരവണ അപ്പം നിർമ്മാണ യൂണിറ്റുകൾ, ഇത് പലപ്പോഴും നമ്മുടെ ഫയർഫോഴ്സ് അതോറിറ്റികൾ പലപ്പോഴും നിർദ്ദേശിച്ചിട്ട് വൻതോതിൽ ഡീസൽ ഉപയോഗിക്കുന്ന, ഇന്ധനം ഉപയോഗിച്ച് ചെയ്യുന്ന, തെർമൽ ഫ്ലൂയിഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്തരം സാധനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ കീഴിലിരിക്കുകയാണ്. നിങ്ങളിത് മാറ്റണം. പലതവണ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ പിന്നിലേക്ക് മാറ്റി അവിടെ പ്രസാദം നിർമ്മിച്ച് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് പിന്നിലൂടെ നേരെ മരക്കൂട്ടത്തേക്ക് പോകുന്ന ക്യൂ സംവിധാനം. അപ്പോൾ ഒരിക്കലും ശബരിമല ദർശനത്തിൽ നിന്ന് ഭക്തന്മാർ പടി കടന്ന് ദർശനം നടത്തി, മാളികപ്പുറത്തും ദർശനം നടത്തി, പത്മതീർത്ഥക്കുളത്തിൽ കുളിച്ച് മാളികപ്പുറം വഴി നേരെ മരക്കൂട്ടത്തിലേക്ക് യാത്ര ചെയ്യും. ആ ഭക്തൻ ഒരിക്കലും ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വരുന്നില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഈ പടി കയറാൻ നിൽക്കുന്ന ഭക്തജനങ്ങൾ, പടി കയറിയ ഭക്തജനങ്ങൾ, മാളികപ്പുറത്ത് ദർശനം നടത്തിയ ഭക്തജനങ്ങൾ മടങ്ങി ഈ ക്ഷേത്രത്തിൻ്റെ തിരുനടയിലേക്ക് വരികയാണ്. അപ്പം അരവണയും മറ്റുമൊക്കെ മേടിക്കുക. ഇത് വളരെ ദീർഘകാല പ്രോജക്റ്റ് ഇതിട്ട് ചെയ്യണമെന്ന് അക്കമിട്ട് ആ
ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിലും ശബരിമല വികസന പ്രോജക്റ്റിലും വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 15-16 വർഷക്കാലം എത്ര കണ്ട് മുന്നേറി എന്ന് ഏതൊരു ഭക്തനും, അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായാലും എഞ്ചിനീയർമാർക്കായാലും നാട്ടുകാർക്കായാലും ഈ സമിതിയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്കായാലും ഒരു ആത്മപരിശോധന നടത്തിയാൽ അതിലേറെക്കാലം പ്രവർത്തിച്ച ആളിൻ്റെ കഴിവ് വിലയിരുത്താൻ കഴിയും. ഞാൻ അക്കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ബട്ട് നമ്മുടെ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം, ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ മോഹൻദാസ് സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ശ്രീകോവിലിൻ്റെ കഥക് ആരെങ്കിലും കീഴ്ശാന്തിമാരെ ഇളക്കി കൊടുക്കാനോ വേറൊരാളെ ഏറ്റുവാങ്ങിക്കാനോ അത് തിരിച്ചുടനെ വയ്ക്കാനോ തന്ത്രശാസ്ത്രവും ആചാരങ്ങളും അനുവദിക്കുന്നില്ല. അവിടെ കഥ കളക്കണമെങ്കിൽ അതിന് തൊടുപണി, ശ്രീകോവിലിൽ തൊട്ടുള്ള പണികൾ നിർവഹിക്കണമെങ്കിൽ അതിന് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അതിന് മുന്നോടിയായി ചെയ്യേണ്ട ക്രിയകളുണ്ട്. ആ ഒരൊറ്റ ക്രിയകൾ പോലും ചെയ്യാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കഥകളക്കി പുറത്തേക്ക് കൊടുക്കുക, അയാൾ പുറത്ത് വെച്ച് അളവെടുക്കുക, അത് അളവെടുത്ത് വീണ്ടും തിരിച്ച് ആ കുറ്റി കൊണ്ടിടുക, ഇതിൽ പരം തന്ത്രശാസ്ത്രപരമായ പൂജാശാസ്ത്രപരമായ തെറ്റ്, ആ ശാസ്ത്രവിധികളുടെ ലംഘനം വേറെ എന്തു പറയാനുണ്ട്? അതുപോലും ലംഘിച്ച വളരെ അനായാസമായി ഇത് ചെയ്യാനുള്ള ധൈര്യമുള്ളപ്പോൾ അവിടെ ഈ തിരുവാഭരണം പോയില്ലെങ്കിലും അല്ലെങ്കിൽ ഈ ശ്രീകോവിലിൻ്റെ ദ്വാരപാലക വിഗ്രഹങ്ങൾ അടിച്ചുകൊണ്ട് പോയാലും എനിക്കൊരു അതിശയവുമില്ല. കാരണം കഴിഞ്ഞ 8-10 വർഷക്കാലങ്ങൾ കൊണ്ട് ദുർബലമായ ഭരണം, ദുർബലമെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അവരുടെ കാര്യങ്ങളെല്ലാം അവർ വളരെ ആസൂത്രിതമായി ചെയ്യുന്നുണ്ട് എല്ലാം. കാരണം പരമാധികാരമുണ്ടെന്നുള്ള രീതിയിൽ ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും അതിസമർത്ഥന്മാരായിരുന്നു ഭരിക്കാൻ വന്നിട്ടുള്ളവർ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതെങ്ങനെ സാധിക്കും എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇത് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.